അധ്യായം അതിൻ്റെ 14 വാക്യമാണ്. ഫിലിപ്പിയ ലേഖനം 3 അധ്യായം അതിൻ്റെ 14 വാക്യം നമുക്കൊരാൾക്ക് ശബ്ദമുയർത്തി ഒന്ന് വായിക്കാം. ഫിലിപ്പിയ ലേഖനം 3 അധ്യായം 14 വാക്യമാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കാനായിട്ട് എടുത്തിരിക്കുന്ന തിരുവചനം. ഒന്നെടുത്ത് വായിക്കാം. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിനെ ആരാഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുമ്പിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗമാണ് ഇന്ന് രാത്രി നമ്മൾ വായിച്ചു കേൾപ്പിച്ചത്. അതിനകത്ത് 3 കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. മറക്കുക, ആയുക, ഓടുക. ഉറക്കെ പറയാമോ? മറക്കുക, ആയുക, ഓടുക. ഹല്ലേലൂയ. ദൈവവൈതലേ, നാം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ ജീവിക്കുന്ന ദൈവമക്കളാണ്. ദൈവമക്കൾ എന്ന പദവിയിലേക്ക് പ്രവേശിച്ച പ്രിയപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും മക്കളാകുന്നു എന്ന് യോഹന്നാൻ 1:12 പറയുന്നു. ഗലാത്യ ലേഖനം 3:27 നമുക്ക് കാണുവാൻ കഴിയുന്നു. ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നിങ്ങൾ മക്കളാകുന്നു. കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആത്മാവ് നടത്തപ്പെടുന്നവനെല്ലാം ദൈവത്തിന്റെ മക്കളാകുന്നു. അപ്പോൾ നമ്മൾ മക്കൾ എന്ന പദവിയിലേക്ക് പ്രവേശിക്കപ്പെട്ടവരാണ്. എന്നാൽ ദൈവവചനം ശക്തമായി പറയുകയാണ്, നമ്മൾ ചിലത് മറന്ന് ആയുക, ഓടുക എന്ന് പറയുന്നു. വചനം പറയുകയാണ്, നാം ചിലതിനെ മറക്കേണ്ടതിനെ മറക്കണം. മറക്കേണ്ടതിനെ നമുക്ക് മറക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ പഴയ കാര്യങ്ങളെ മറക്കാൻ കഴിഞ്ഞ നമ്മുടെ ഓർമ്മകളെ നാം മായ്ച്ചു കളയണം. ഒഴുകിപ്പോയ വെള്ളം പോലെ നമ്മുടെ കഴിഞ്ഞ നാളുകളെ മറന്നാൽ മാത്രമേ കർത്താവിന് അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ട് കഴിയുകയുള്ളൂ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43 അധ്യായം അതിന്റെ 18 വാക്യം നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, മുമ്പ് ഉള്ളവയെ നിങ്ങൾ ഓർക്കണ്ട. പിന്നെ എന്താ എഴുതിയിരിക്കുന്നത്? പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. 19 എഴുതിയിരിക്കുക, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. അപ്പൊ മുമ്പിലുള്ളത് ഓർക്കണ്ട, പഴയവയെ നിങ്ങൾ എന്ത് ഓർക്കണം? അല്ലെങ്കിൽ നിരൂപിക്കുകയും ചെയ്യണ്ട. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി സംഭവങ്ങൾ നടന്നാണ് നാം ഓരോരുത്തരും നമ്മൾ ഇന്ന് വരെ എത്തി നിൽക്കുന്നത്. പല പരാജയങ്ങൾ, നഷ്ടങ്ങൾ ഒക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ തെരഞ്ഞെടുപ്പുകളും നമ്മൾ ചിന്തിച്ച ചിന്തനങ്ങളും നമ്മൾ എടുത്ത തീരുമാനങ്ങളും ഒക്കെ ഒത്തിരി തകർച്ചകൾ വന്നിട്ടുണ്ട്. നാം പലരും പല വിധത്തിലുള്ള തകർച്ചകളിലൂടെ കടന്നു പോയവരാണ്. ചില അധ്യായങ്ങൾ നമുക്ക് വായിക്കാൻ പോലും തോന്നത്തില്ല, ഓർമ്മിച്ചെടുക്കാൻ പോലും ആഗ്രഹമില്ല. വല്ലപ്പോഴുമൊക്കെ അതൊന്ന് മനസ്സിലേക്ക് വരുമ്പോൾ അത് മറക്കാൻ നമ്മൾ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. ഹല്ലേലൂയ. ചിലപ്പോൾ ചില കാര്യങ്ങൾ പഴയ കാലത്ത് പണ്ട് നടന്ന നമ്മുടെ ലൈഫിൽ നടന്ന ചില ഇവന്റ്സ് നമ്മളെ പലപ്പോഴും വീണ്ടും നിരാശയിലേക്ക്, ഭാരത്തിലേക്ക്, അന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ, അന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ ഒരു അവസ്ഥയിലേക്ക് വരത്തില്ലായിരുന്നു എന്ന് ഭാരപ്പെടുന്ന പലരുമുണ്ട്. ദൈവവചനം പറയുകയാണ്, നിങ്ങൾ മുമ്പിലുള്ളവയെ ഓർക്കണ്ട, പഴയവയെ എന്ത് ചെയ്യണ്ട? നിരൂപിക്കണ്ട. പരാജയങ്ങള്, നഷ്ടങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതില്ല. ചിലത് മറക്കാൻ പറയുകയാണ്. പുതിയത് ദൈവത്തിന് ചെയ്യണമെങ്കിൽ, എൻ്റെ പ്രിയരെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവത്തിന് പുതിയത് ചെയ്യണമെങ്കിൽ മറക്കാൻ നാം ചിലത് തയ്യാറാണെങ്കിൽ പുതിയത് കർത്താവ് ചെയ്യാൻ തുടങ്ങും. ഹലോ, നമ്മൾ ചിലത് മറന്നെങ്കിൽ മാത്രമേ കർത്താവിന് ചിലത് പുതിയത് ചെയ്യാൻ കഴിയൂ. അതുകൊണ്ട് തന്നെയാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43 അധ്യായത്തില് നമ്മളിപ്പോൾ വായിച്ചത്, മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കപ്പെടേണ്ട. പണ്ടത്തെ തകർച്ചകൾ, പണ്ടത്തെ ഉടച്ചിലുകൾ, പണ്ടത്തെ നിരാശകൾ, നമ്മൾ എടുത്ത തീരുമാനങ്ങളിൽ വന്ന കുഴപ്പങ്ങൾ, ഇതൊന്നും നിങ്ങൾ എന്ത് ചെയ്യണ്ട? ഓർക്കണ്ട. പണ്ടുള്ളവയെ നിരൂപിക്കണ്ട, ചിന്തിക്കണ്ട. നമ്മുടെ ചിന്ത എപ്പോഴും പഴയതിനെ, ഇന്നലത്തെ ഓർത്ത, ഇന്നലെ സംഭവിച്ചത്, ഇന്നലെ നടന്നത് കാര്യവും പറയാം. ഇന്ന് 19 വാക്യം വായിക്കുമ്പോൾ കാണുകയാണ്, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും, നിങ്ങളത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും.
മരുഭൂമിയിലാണ് ഒരു മഴ ഉണ്ടാക്കുന്നത്, നിർജ്ജന പ്രദേശത്താണ് നദികൾ ഉണ്ടാക്കുന്നത്. നമ്മൾ ഹല്ലേലൂയ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ മുന്നേറുവാൻ കഴിയാതെ ഭാരപ്പെട്ട് ഹല്ലേലൂയ തകർന്നിരിക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി ഒരു കാര്യം പറയാം, പഴയ കാര്യങ്ങളൊക്കെ മറക്കണം. ഹല്ലേലൂയ എൻ്റെ ജീവിതത്തിൽ അത് സംഭവിച്ചത് നല്ലതായി, എൻ്റെ ജീവിതത്തിൽ അത് നടന്നത് നല്ലതായി. ഹല്ലേലൂയ എൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ കർത്താവ് ഞങ്ങളെ കൊണ്ടുവന്നത് നല്ലതായി എന്ന് പറയാൻ എത്ര പേർക്ക് കഴിയും? ഒന്ന് കരമുയർത്തി നല്ലൊരു ആമേൻ പറഞ്ഞ് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. കഴിഞ്ഞ ദിവസം എൻ്റെ മമ്മി പറയുന്നത് കേട്ടു, ഹല്ലേലൂയ എന്നെ പട്ടാഴിയിൽ കൊണ്ടുവന്നത് നന്നായി. ഹല്ലേലൂയ, സ്തോത്രം. അതെന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, ഇവിടെ വന്നതുകൊണ്ട് യേശുവിനെ അറിയാൻ കഴിഞ്ഞു. മമ്മിയുടെ സഹോദരങ്ങൾ 10 പേരാണ്. അവരിൽ 10 പേരിൽ ഹല്ലേലൂയ, സ്തോത്രം, മമ്മി വിവാഹം കഴിച്ചയച്ചത് ആ 10 പേരിൽ ഏറ്റവും ഹല്ലേലൂയ ഒരു സാമ്പത്തികമായി കുറഞ്ഞ ഒരു ഭവനമായിരുന്നു ഞങ്ങളുടെ കുടുംബം. ബാക്കി 9 കുടുംബങ്ങളും വളരെ സാമ്പത്തികമായ ഉന്നതിയുള്ള കുടുംബങ്ങളായിരുന്നു. അന്ന് 1977 മമ്മിയുടെ വിവാഹം നടക്കുന്നത്. അന്നേ എൻ്റെ ഗ്രാൻഡ് ഫാദറിന്, മമ്മിയുടെ പിതാവിന് അംബാസഡർ കാറും ലോറിയും ഒക്കെ ഉള്ള ഒരു കാലത്താണ് ഈ എൻ്റെ പിതാവിനെ വിവാഹം കഴിക്കുന്നത്. അന്ന് ഇവിടെ ഞാനിപ്പോൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് റോഡില്ലായിരുന്നു. ഇവിടുന്ന് 1 കിലോമീറ്റർ അപ്പുറത്ത് കാറ് നിർത്തി യാത്ര ചെയ്താണ് എൻ്റെ ഭവനത്തിലേക്ക് അന്ന് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ മമ്മി പറഞ്ഞു, ഇവിടെ വന്നപ്പോൾ ഈ ഒരു സാഹചര്യം, ഞാൻ ജനിച്ചു വളർന്നൊരു സാഹചര്യത്തെക്കാൾ, ജനിച്ചു വളർന്ന ആ സിറ്റുവേഷനേക്കാൾ വ്യത്യസ്തമായ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ വന്നത്. അത് കാര്യമായി, കാരണം ആ സാഹചര്യങ്ങളിൽ വന്നതുകൊണ്ട് എനിക്ക് യേശുവിനെ കൂടുതൽ അറിയാനിടയായി. പലപ്പോഴും നാമും നമ്മുടെ ജീവിതത്തിൽ, അയ്യോ ഞാൻ ഈ സാഹചര്യത്തിൽ ജനിച്ചത് കൊണ്ടാണല്ലോ എനിക്ക് വളരാൻ കഴിയാത്തത്, ഈ സാഹചര്യത്തിൽ ആയതുകൊണ്ടാണല്ലോ എനിക്ക് ഉയർച്ചയില്ലാത്തത്. ഞാനൊരു കാര്യം പറയാം, ദരിദ്രനായി ജനിക്കുന്നത് ആരുടെയും കുഴപ്പമല്ല, എന്നാൽ ദരിദ്രനായി മരിക്കുന്നത് നമ്മളുടെ കുഴപ്പം തന്നെയാണ്. ഒരാൾ പാപിയായി ജനിക്കുന്നത് അദ്ദേഹത്തിന്റെ കുഴപ്പമല്ല, എന്നാൽ അദ്ദേഹം പാപിയായി മരിക്കുന്നത് ആ വ്യക്തിയുടെ കുഴപ്പം തന്നെയാണ്. നമ്മളെ ചില സാഹചര്യങ്ങളിൽ കൊണ്ടുവരുമ്പോൾ ആ സാഹചര്യങ്ങളെ അതിജീവിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് അത്ഭുതങ്ങൾ നടക്കാൻ കഴിയും. അല്ലാതെ നാം പഴയതൊക്കെ ഓർത്ത്, ഹല്ലേലൂയ എന്നെ ബിൽഗ്രേറ്റ്സിന്റെ വീട്ടിൽ ജനിക്കേണ്ടതായിരുന്നു, ഞാൻ അനിൽ അംബാനിയുടെയോ അല്ലെങ്കിൽ മുകേഷ് അംബാനിയുടെയോ അല്ലെങ്കിൽ രത്തൻ ടാറ്റയുടെയോ അല്ലെങ്കിൽ അദാനിയുടെയോ വീട്ടിൽ ജനിച്ചായിരുന്നെങ്കിൽ ഈ കുഴപ്പമൊന്നും എനിക്കുണ്ടാകുകയില്ലായിരുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും സാമ്പത്തികമായി വളർന്ന അല്ലെങ്കിൽ ഉന്നതി പ്രാപിച്ചവരുടെ വീട്ടിൽ ജനിച്ചിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. ഈ വീട്ടിൽ ഈ മാതാപിതാക്കളുടെ മക്കളായി, ഈ മാതാവിന്റെ പിതാവിന്റെ മകനായി മകളായി ജനിച്ചത് കൊണ്ടല്ലേ എൻ്റെ ഇന്നത്തെ അവസ്ഥ? ഈ ഇങ്ങേരെ കെട്ടിയത് കൊണ്ടല്ലേ എൻ്റെ ഇന്നത്തെ അവസ്ഥ? ഇവളെ കെട്ടിയത് കൊണ്ടാ ഞാൻ ഇങ്ങനെ ആയി പോയത്. ഇന്ന് ഓർത്തോണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ഒരു ആത്മാവിലൊരു ദൂത് പറയാം, നിന്റെ ജീവിതത്തിൽ സംഭവിച്ചതിനെ മറന്നിട്ട് നിനക്ക് വേണ്ടി ദൈവം ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് ഓർത്ത് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാൻ തയ്യാറായാൽ ചില അത്ഭുതങ്ങൾ ഈ ദിവസങ്ങളിൽ നടക്കാനിടയാകും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞു എന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. അതുകൊണ്ട് പഴയ ചരിത്രങ്ങൾ, ചാപ്റ്ററുകൾ, കഥകൾ ഹല്ലേലൂയ നമ്മൾ മറക്കാൻ ശ്രമിക്കുക. പറ്റുമോ? നമ്മുടെ തകർച്ചയുടെ, നമ്മുടെ ഉടച്ചിലിൻ്റെ, നമ്മുടെ നഷ്ടപ്പെടലിൻ്റെ, നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ വന്നുപോയ ചില കാര്യങ്ങളുടെ ഹല്ലേലൂയ കാര്യങ്ങളെ ഓർത്ത് നിങ്ങൾ എന്ത് ചെയ്യാതിരിക്കുക? ഹല്ലേലൂയ സ്തോത്രം, ചിന്തിച്ചു കൊണ്ടിരിക്കുക. പഴയ ചരിത്രം ഇന്ന് രാത്രി ഒരു ദൂത് പറയാൻ പോവുകയാണ്. ഏറ്റെടുക്കാൻ തയ്യാറാണോ? പഴയ ചരിത്രത്തെ മറന്നാൽ ചരിത്രത്തിൽ ചെയ്തിട്ടില്ലാത്തത് നിങ്ങൾക്ക് വേണ്ടി ഇനി കർത്താവ് ചെയ്യും. പഴയ ചരിത്രങ്ങളെ മറന്നാൽ, ഹല്ലേലൂയ, പഴയ തകർന്ന പണ്ടുള്ളവയെ ഓർക്കണ്ട എന്ന് പറഞ്ഞ അതാ, പണ്ടുള്ളവയെ നീ നിരൂപിക്കണ്ട എന്ന് പറഞ്ഞത് അതാ. നിന്റെ പഴയ ചരിത്രത്തെ നീ മറക്കാൻ തയ്യാറായാൽ ദൈവം പുതിയ ചരിത്രങ്ങളെ സൃഷ്ടിക്കുന്ന ദൈവമാണ്. ചിലത് മറന്നെങ്കിലേ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. എല്ലാവരുടെയും സാഹചര്യം ഒന്നും നല്ലതല്ല എൻ്റെ പ്രിയരെ. നമ്മൾ ജനിക്കപ്പെട്ട സ്ഥലവും, നമ്മൾ വിവാഹം കഴിച്ചു വന്ന സ്ഥലവും, നാം ജോലി ചെയ്യുന്ന സ്ഥലവും, നാം പഠിച്ച സ്ഥലവും, നമ്മുടെ സാഹചര്യങ്ങളൊന്നും അത്രയ്ക്കൊന്നും നല്ലതല്ല. പക്ഷെ ഒരു കാര്യം, അത് മറന്നിട്ട് ഹല്ലേലൂയ
ദൈവത്തിനു വേണ്ടി ഒന്ന് നിൽക്കാൻ തയ്യാറായാൽ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാനിടയാകും. ചരിത്രത്തെ മാറ്റാൻ കഴിയുന്ന, ഹലോ എൻ്റെ പ്രിയരെ, എന്നെ കേട്ടോണ്ടിരിക്കുന്നവരെ, നിങ്ങളുടെ ചരിത്രത്തെ മാറ്റാൻ കഴിയുന്ന ഒരുവന്റെ അടുക്കലേക്കാ വന്നിരിക്കുന്നത്. നിങ്ങളുടെ അവസ്ഥകളെ മാറ്റാൻ കഴിയുന്ന ഒരുവന്റെ അടുക്കലേക്കാ വന്നിരിക്കുന്നത്. ആ പഴയതൊന്നും മറക്കാൻ പറ്റുമോ? പഴയതൊന്ന് ഹല്ലേലൂയ ഒന്ന് കളയാൻ പറ്റുമോ? പഴയ തകർച്ചകൾ ഇന്നും തികട്ടി വരുന്നുണ്ടോ? അതിനെ ഒന്ന് കർത്താവേ ഒന്ന് മറക്കാൻ എന്നെ സഹായിക്കണമേ. ഇന്ന് രാത്രി എത്ര പേര് പ്രാർത്ഥിക്കും, കർത്താവേ എന്നെ ഒന്ന് മറക്കാൻ സഹായിക്കണമേ. ഹല്ലേലൂയ, ഒന്ന് മറക്കാൻ സഹായിക്കണമേ. പഴയത് ചിലപ്പോൾ ഓർക്കാം. എങ്ങനെ ഓർക്കാമെന്ന് അറിയാമോ? കർത്താവേ, ഞാൻ ആ അവസ്ഥയിലായിരുന്നു, ദൈവം എന്നെ ഇത്രത്തോളം കൊണ്ടുവന്നല്ലോ, നന്ദി കർത്താവേ, സ്തോത്രം പറയാൻ വേണ്ടി പഴയതൊന്നും ഓർക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല കേട്ടോ. കാരണം സങ്കീർത്തനം 103:3 പറയാണ്, ഉപകാരങ്ങൾ മറക്കരുത്. ഹല്ലേലൂയ, ഉപകാരങ്ങൾ എന്ത് ചെയ്യരുത്? മറക്കരുത്. ദൈവം ചെയ്ത ഉപകാരങ്ങൾ മറക്കരുത്. ഇന്ന് നല്ല ഡ്രസ്സും നല്ല സാഹചര്യങ്ങളും നല്ല വാഹനങ്ങളും, നമ്മുടെ സിറ്റുവേഷനൊക്കെ ഒത്തിരി ചേഞ്ചായി. പഴയ കാലമൊക്കെ ഒന്ന് ഓർത്ത്, നമ്മൾ സ്കൂളിൽ പോയ കാലം, നമ്മൾ കോളേജിൽ പോയ കാലം, പഠിക്കാൻ പോയ കാലം, പലരും കളിയാക്കി. നമുക്കൊന്നുമില്ലാതെ വീട്ടിൽ നിന്ന കാലത്ത് പലരും നിന്ദിച്ചു. പക്ഷേ ആ അവസ്ഥകളൊക്കെ മാറി നിൻ്റെ തലയൊന്ന് ഉയർത്തി നിൽക്കാൻ തക്കവണ്ണം നിന്നെ മാറ്റിയെടുത്തില്ലേ? അതിന് നീ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അതുകൊണ്ടാണ് സങ്കീർത്തനം പറഞ്ഞത്, മറക്കരുത്. എന്ത് മറക്കരുത്? ഹല്ലേലൂയ, ഉപകാരങ്ങൾ മറക്കരുത്, ദൈവത്തെ മറക്കരുത്. നമ്മുടെ ജീവിതത്തിലൊക്കെ വരുന്ന സംഗതി എന്ന് പറയുന്നാൽ, ദൈവം നമ്മളെ അനുഗ്രഹിച്ചു കഴിയുമ്പോൾ, ദൈവം എല്ലാം നൽകി കഴിയുമ്പോൾ നമ്മൾ അതൊക്കെ മറന്നിട്ട് നമ്മളുടെ കഴിവ് കൊണ്ടാ, നമ്മുടെ ബുദ്ധി കൊണ്ടാ, എൻ്റെ കുറച്ചുകൂടെ നമ്മൾ ആത്മീയരായി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രാർത്ഥന കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരിക്കലും ഹല്ലേലൂയ ദൈവത്തെ ചെറുതായി കാണല്ലേ. ദൈവം ചെയ്തത് മാത്രമേ എൻ്റെ പ്രിയരെ നമുക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് മറക്കരുത്. എന്ത്? ദൈവം ചെയ്ത ഉപകാരങ്ങൾ മറക്കരുത്. എബ്രായ ലേഖനം 11:15 പറയുകയാണ്. 11:15 ഒരാൾക്ക് വായിക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം ഒരാൾ ശബ്ദം ഉയർത്തി വായിച്ചാട്ടെ. 11-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 11:15. വേഗത്തിലെടുത്ത് ഒന്നുകൂടെ വായിച്ചേ ബ്രദറെ. നിങ്ങൾ വിട്ടുപോരുന്നതിനെ ഓർത്തുവെങ്കിൽ നിങ്ങൾ മടങ്ങിപ്പോകാൻ ഇടയുണ്ടായിരുന്നു. ഇന്ന് പ്രതിസന്ധി കാണുമ്പോൾ, പ്രശ്നം കാണുമ്പോൾ നമ്മൾ വിട്ടുപോകുന്നതിനെ ഓർക്കൊണ്ടിരിക്കുകയാണെങ്കിൽ മടങ്ങിപ്പോകാനുള്ള സാഹചര്യം ഉണ്ടാകും. വിട്ടുപോകുന്നതിനെ മറക്കണം, ഉപേക്ഷിച്ചതിനെ മറക്കണം. അത് പാപമാവാം, അത് പാരമ്പര്യമാകാം, അത് ബന്ധങ്ങളാകാം, ചിലപ്പോൾ സാഹചര്യങ്ങളാകാം. നമ്മൾ എന്ത് ചെയ്യണം? മറക്കണം. വിട്ടുപോകുന്നതിനെ ഓർത്തെങ്കിൽ നമ്മൾ മടങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. എൻ്റെ പ്രിയരെ, വിട്ടതിനെയൊക്കെ മറക്കണം. പാപസ്വഭാവങ്ങൾ ഒക്കെ നമ്മൾ മറക്കണം. ഇടയ്ക്കിടയ്ക്ക് അത് ഓർത്താൽ നമുക്ക് എന്തോ ചെയ്യുമെന്നറിയാം. സിഗരറ്റ് വലിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്ന ഒരാളായിരുന്നെങ്കിൽ പിന്നെയും സിഗരറ്റ് വലിയെക്കുറിച്ച് ഓർത്താൽ സിഗരറ്റ് വലിക്കാൻ ഒരു ടെൻഡൻസി ഉണ്ടാകും. മദ്യപിക്കുന്ന ഒരാളായിരുന്നു നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലെങ്കിൽ മദ്യപാനത്തെക്കുറിച്ച് ഓർക്കും. ആ കുപ്പിയൊക്കെ ഒന്ന് കാണുമ്പോൾ ആ മദ്യപിക്കണമെന്നുള്ളൊരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമായിരുന്നു. നിങ്ങൾ പാരമ്പര്യങ്ങളെ വിട്ട്, പൗരോഹിത്യങ്ങളെ വിട്ട് നിങ്ങൾ പോന്നവരാണെങ്കിൽ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ മണിയും പുകയും ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് വിട്ടുപോകുന്നവരാണെങ്കിൽ മടങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ദൈവവചനം പറഞ്ഞത്, ഈ മണിയും പുകയും ചേങ്കിലയും ചിങ്ങഹലിലെ പൊട്ടാഷ് പൊട്ടിയിലും ഒക്കെ കാണുമ്പോൾ നാം മടങ്ങിപ്പോകാനുള്ള മനസ്സുണ്ടാകും. വിട്ടുപോകുന്നത് തന്നെ ആയിരിക്കണം എൻ്റെ പ്രിയരെ. അതുകൊണ്ടാണ് പറഞ്ഞ, വിട്ടുപോകുന്നതിനെ ഓർത്താൽ മടങ്ങിപ്പോകാനുള്ള പാരമ്പര്യങ്ങൾ, വിഗ്രഹാരാധന നമ്മൾ വിട്ടുപോകുന്നവരാണ്. ഇനി അതിലേക്ക് മടങ്ങിപ്പോകാൻ നമ്മളെ അനുവദിക്കരുത്. അതുകൊണ്ട് മറക്കണം, വിട്ടുപോകുന്നതിനെ മറക്കണം എൻ്റെ പ്രിയരെ. സംഖ്യാപുസ്തകം 11:5 വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. 11:5 സംഖ്യാപുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 5-ാമത്തെ വാക്യം ഒന്ന് വായിക്കുക. ഫോർഗെറ്റ് ദ പാസ്റ്റ്. നിങ്ങളുടെ പഴയ കാര്യങ്ങളെ ഒന്ന് മറക്കണം. ഫോർഗെറ്റ് ദ പാസ്റ്റ്. നിങ്ങളുടെ പഴയ കാര്യങ്ങളെ ഒന്ന് മറക്കണം. ഒന്ന് വായിച്ചേ വേഗത്തില്. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 5-ാം വാക്യം ഉറക്കെ വായിച്ചാട്ടെ.
കുറച്ചുകൂടെ അടുത്ത് സിസ്റ്ററെ, ക്ലിയർ ആവുന്നില്ല. കുറച്ചുകൂടെ അടുത്തിരുന്ന് വായിച്ചാട്ടെ. 11:5, 11:15, 11:15 അല്ല 11:5, സംഖ്യാപുസ്തകം 11:5. ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് ഒരാൾ വായിച്ചാട്ടെ, വായിച്ചോ. ആര് വായിക്കുന്നില്ലേ? സംഖ്യാപുസ്തകം 11-ാം അധ്യായം 5-ാം വാക്യം ഇങ്ങനെയാ വായിക്കുന്നത്: ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വില കൂടാതെ പൈസ കൊടുക്കാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുന്നു. ഇപ്പോഴോ ഞങ്ങളുടെ പ്രാണൻ പൊരിഞ്ഞിരിക്കുന്നു, ഈ മന്ന അല്ലാതെ ഒന്നും കാണുവാനില്ല എന്ന് പറഞ്ഞു. മന്ന, ഹല്ലേലൂയ, സ്തോത്രം എന്ന് നല്ല ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് കർത്താവ് കൊടുത്തപ്പോൾ അവരുടെ ചിന്ത എന്താണെന്നറിയാമോ? എന്താ ചിന്ത? വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, ഹല്ലേലൂയ, ചിറ്റുള്ളി, വെള്ളരിക്ക. നമ്മളൊക്കെ ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, പണ്ടത്തെ കപ്പയ്ക്ക് എന്തോ ടേസ്റ്റ് ആയിരുന്നു, പണ്ടത്തെ ആ മീൻ എന്തോ രുചിയായിരുന്നു, പണ്ട് ആ മുളകും കപ്പയും കൂടെ തിന്നപ്പോൾ അതെന്തോ ടേസ്റ്റ് ആയിരുന്നു, ഇപ്പോൾ എന്തോ ഹല്ലേലൂയ, സ്തോത്രം. പണ്ടത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, ഹല്ലേലൂയ, പഴയതിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. പഴയ പഴങ്കഞ്ഞി രാവിലെ അടിച്ച് കലക്കി കുടിക്കുന്ന പഴങ്കഞ്ഞി എന്തോ ടേസ്റ്റ് ആയിരുന്നു, ഹല്ലേലൂയ എന്നിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന ജനം അവർക്ക് നല്ല ബെസ്റ്റ് ഭക്ഷണം കൊടുത്തിട്ടും, നല്ല ബർഗർ, ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ ബർഗറൊക്കെ കൊടുത്തിട്ടും, നല്ല ചിക്കിങ്ങും ഒക്കെ കൊടുത്തിട്ടും, നല്ല KFC ഒക്കെ അങ്ങോട്ട് കൊടുത്തിട്ടും, നല്ല ബീഫും നല്ല മട്ടനും ഒക്കെ കൊടുത്തിട്ടും ഇപ്പോഴും എന്താ ചിന്ത? അയ്യോ, അവിടുത്തെ അമേരിക്കയിൽ ഇരിക്കുന്നവർക്ക് ചിന്ത എന്താ? നാട്ടിലെ കപ്പയ്ക്ക് ഒന്ന് കിട്ടിയായിരുന്നെങ്കിൽ, നാട്ടിലെ ബീഫ് ഒന്ന് കിട്ടിയായിരുന്നെങ്കിൽ, നാട്ടിലെ കഞ്ഞി ഒന്ന് കുടിച്ചായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നുണ്ട്. അവർക്ക് ഹല്ലേലൂയ വാൾമാർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നല്ല ഹൈജീനിക് ആയിട്ടുള്ള നല്ല വെളുത്തുള്ളിയും, നല്ല ഇവിടുത്തെക്കാട്ടി നല്ല സവാളയും, നല്ല ഉള്ളിയും, ആ മുന്തിരിങ്ങയുടെ ഒക്കെ വണ്ണമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ ഓഞ്ഞ മുന്തിരിങ്ങയെക്കാട്ടിൽ ഹല്ലേലൂയ, സ്തോത്രം, മനോഹരമാണ്. എന്നിട്ടും അവിടെ ഇരുന്ന് എന്തോ ചിന്തിക്കുന്നത്? ഇവിടുത്തെ കപ്പയ്ക്ക് എന്തൊരു ടേസ്റ്റാണ്, ഇവിടുത്തെ ബീഫിന് എന്ത് ടേസ്റ്റാണ്. അതുപോലെ ഹല്ലേലൂയ ദൈവം അവരെ കൊണ്ടുപോവുകയാണ്, വലിയ മന്ന കൊടുത്തോണ്ടിരിക്കുകയാണ്. നല്ല കട്ടിലിൽ കിടക്കുമ്പോൾ പണ്ടിലെ പായി കിടന്ന ഓർമ്മയാണ് ഇപ്പോഴും ഉള്ളത്. പണ്ട് ഹല്ലേലൂയ നല്ല മെത്തെ കിടക്കുമ്പോൾ പണ്ട് കയർപ്പായി ജീവിച്ച കാര്യമാണ് ഇന്ന് ഓർക്കുന്നത്. ഞാൻ ഉദാഹരണം പറഞ്ഞതാ, ഹല്ലേലൂയ. അതുപോലെ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന ജനം അവരും അവിടുത്തെ വില കൊടുക്കാതെ കിട്ടിയ മത്സ്യത്തെയും ഉള്ളിയെ കുറിച്ചും ഒക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ പ്രിയരെ, വിട്ടു പോന്നതിനെ മറക്കാൻ മാത്രമേ പുതിയ ചരിത്രങ്ങൾ സൃഷ്ടിക്കപ്പെടത്തുള്ളൂ. ഹല്ലേലൂയ, ചിലതിനെ വിട്ടെങ്കിൽ മാത്രമേ, ചിലതിനെ മറന്നെങ്കിൽ മാത്രമേ ചില അത്ഭുതങ്ങൾ സംഭവിക്കുകയുള്ളൂ. ഹല്ലേലൂയ. സങ്കീർത്തനം 45:10 പറയുകയാണ്. 45:10 പറയുകയാണ്. 45-ാം അധ്യായം 10-ാം വാക്യം വായിക്കുകയാണ്. സങ്കീർത്തനം 45:10. ഒരാൾ ശബ്ദമുയർത്തി, അല്ലെങ്കിൽ ഞാൻ തന്നെ ബൈബിൾ എടുത്ത് വായിക്കേണ്ടി വരും. 45-10 വാക്യം, 45-10 വാക്യം. അല്ലയോ കുമാരി, കേൾക്ക, നോക്കുക, ചെവി ചായ്ക്ക. സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്കാം. ഹല്ലേലൂയ. ഇവിടെ നമ്മളെല്ലാം ഈ സങ്കീർത്തനം 45-ാം സങ്കീർത്തനം വിവാഹ സമയത്ത് ആദ്യം വായിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. സ്വജനത്തെയും പിന്നെ പിതൃഭവനത്തെയും മറക്കാം. ദൈവം അനുഗ്രഹിക്കണോ? എൻ്റെ കുടുംബത്തിൽ ഇന്നാരൊക്കെ ഉണ്ട്, അവരെ കണ്ടാൽ എന്ത് ചെയ്യും? ഞാൻ പ്രാർത്ഥിക്കുന്നതാ, ഞാൻ കൈയടിച്ച് ആരാധിക്കുന്ന ആളാ, സ്തോത്രം പറയുന്ന ആളാ എന്ന് പറഞ്ഞ് എന്താ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ദൈവത്തിന് അനുഗ്രഹിക്കാൻ കഴിയത്തില്ല. ചിലത് വിട്ടെങ്കിലേ, ചിലത് ഉപേക്ഷിച്ചെങ്കിലേ ദൈവത്തിന് അനുഗ്രഹിക്കുവാൻ പഴയ രാജ്യത്തെ മറക്കണം, സ്വജനത്തെ മറക്കണം, പിതൃഭവനത്തെ മറക്കണം. ശലോമോൻ പറയുകയാണ്, ഹല്ലേലൂയ, സ്തോത്രം. ശലോമോൻ പറയുകയാണ്, ഹല്ലേലൂയ, സ്തോത്രം, നീ ചിലതിനെ മറന്നെങ്കിൽ മാത്രമേ ചിലതിനെ പ്രാപിക്കുവാനായിട്ട് കഴിയും എന്ന് വിചാരിച്ച് നാളെ അനിയനുമായിട്ടോ ചേട്ടനുമായിട്ടോ അമ്മയായിട്ടോ അപ്പനുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കാനല്ല പറഞ്ഞത്. മാതാപിതാക്കളെ സ്നേഹിക്കണം, സഹോദരങ്ങളെ സ്നേഹിക്കണം, നമ്മുടെ ബന്ധുമിത്രാദികളെ സ്നേഹിക്കണം. അവരെ ഹല്ലേലൂയ നമ്മുടെ രക്തവും മാംസവുമായ പലരുമാണ് അവര്. പക്ഷേ
നമ്മൾ ദൈവ മക്കളാണ്, വ്യത്യസ്തരാണ്. ചിലതിനെ മറന്നെങ്കിലേ, ചിലതിനെ വിട്ടെങ്കിൽ മാത്രമേ ദൈവത്തിന് അനുഗ്രഹിക്കുവാൻ കഴിയത്തുള്ളൂ. രൂത്ത് മോവാബിനെ മറന്നതുകൊണ്ടാണ് ബോവസിൻ്റെ ഹല്ലേലൂയ സ്തോത്രം വയലിലേക്ക് എത്തിച്ചേരുവാൻ കഴിഞ്ഞത്. മോവാബിനെ ഓർത്തിരുന്നെങ്കിൽ ഒരിക്കലും രൂത്തിന് ബോവസിൻ്റെ വയലിലെത്താൻ കഴിയത്തില്ലായിരുന്നു. ബോവസിൻ്റെ ഹല്ലേലൂയ വയലിലെത്തിയത് കൊണ്ടാണ് യേശുവിൻ്റെ വംശാവലിയിൽ കയറിപ്പറ്റിയത്. എൻ്റെ പ്രിയരെ, ഹല്ലേലൂയ, യേശുവിൻ്റെ വംശാവലിയിൽ രൂത്ത് കയറിപ്പറ്റാനുള്ള കാരണം മോവാബ് വിട്ടവരാണ്. നമ്മുടെ ചില പാരമ്പര്യങ്ങൾ, ചില പൗരോഹിത്യങ്ങൾ, ചില പൈശാചികമായ ബന്ധങ്ങളൊക്കെ വിട്ടെങ്കിലേ ദൈവം ആഗ്രഹിക്കുന്ന നിലകളിലേക്ക് ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന് നമ്മളെ അനുഗ്രഹിക്കാൻ കഴിയൂ. എൻ്റെ പ്രിയരേ, ഹല്ലേലൂയ, ബോവസിൻ്റെ വയലിൽ എത്താൻ രൂത്തിന്റെ കാരണം എന്താണെന്നറിയാമോ? മോവാബിനെ മറന്നതുകൊണ്ടാണ്. യേശുവിൻ്റെ വംശാവലിയിൽ കയറിപ്പറ്റാനുള്ള കാരണം എന്താണെന്നറിയാമോ? മോവാബിനെ മറന്നതാ. ഇന്ന് രാത്രി ചില മോവാബ്യ ശക്തികളെ, മോവാബ്യ വ്യാപാരങ്ങളെ, നിന്നെ ഇന്ന് രക്ഷിക്കപ്പെട്ടിട്ടും സ്നാനപ്പെട്ടിട്ടും വേർപെട്ട് ആരാധിച്ചിട്ടും നിന്നെ പുറകോട്ട് വലിക്കുന്ന ചില മോവാബ്യ ശക്തികൾ തകർന്നു മാറട്ടെ, കരിഞ്ഞു മാറട്ടെ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1-4 വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്ന ഒരു ഭാഗ്യമുണ്ട്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള ഭാഗം. ആകയാൽ നിങ്ങൾ ക്രിസ്തുയേശുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന നിങ്ങൾ സാധാരണക്കാരല്ല, ക്രിസ്തുവെ രക്ഷിക്കപ്പെട്ടൊരു ദൈവ പൈതൽ, സ്നാനപ്പെട്ട ഒരു ദൈവ പൈതൽ, പഴയതെല്ലാം കുഴിച്ചിട്ട് ക്രിസ്തുയേശുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തുവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഈ ഭൂമി കിടന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കാതെ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. നമുക്കൊത്തിരി, എനിക്കും നിങ്ങൾക്കും അല്ല ഈ ഭൂമിയിലെ ചിന്തയാണ്. ഹല്ലേലൂയ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. മക്കളെ എങ്ങനെ കല്യാണം കഴിപ്പിക്കും? ഞാൻ മരിച്ചാൽ ഇവിടെ കൊണ്ട് അടക്കും, പിന്നെ എൻ്റെ ഭാവി എന്തായിത്തീരും? എനിക്ക് ജോലി കിട്ടുമോ? കുഞ്ഞുങ്ങൾക്കൊരു നല്ല ഭാവി ഉണ്ടാകുമോ? എനിക്ക് രോഗം വന്ന് ഞാൻ ചത്തുപോകുമോ? ചിലർക്കൊക്കെ ചിന്തയുണ്ട്, എനിക്ക് ക്യാൻസർ വരുമോ? എന്നോട് സംസാരിക്കുന്ന ചിലർ പറയാറുണ്ട്, എനിക്ക് ക്യാൻസർ വരുമോ? എനിക്ക് തോന്നുന്നു ക്യാൻസർ ആണെന്ന് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഞാനൊരു കാര്യം പറയാം, ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കാതെ ഉയരത്തിലുള്ള, ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ എന്ത് ചെയ്യണം? ചിന്തിപ്പീൻ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. അതുകൊണ്ട് നമ്മുടെ ചിന്ത ഉയരത്തിലുള്ള ചിന്തയായിരിക്കണം, ഉയരത്തിനെ കുറിച്ചുള്ള ചിന്തയായിരിക്കണം. ചിലത് മറന്നേ മതിയാകൂ, അല്ലെങ്കിൽ ചിലത് വിട്ടുപോന്നെങ്കിലേ മതിയാകൂ. അതിൻ്റെ ഈ 3-ാം അധ്യായം തന്നെ 7 അതിൻ്റെ 9 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയും. അവയിൽ ജീവിച്ചിരുന്ന ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം. ഇപ്പം അത്യാഗ്രഹം ഒരു വിഗ്രഹാരാധനയാണ്, എത്ര കിട്ടിയാലും മുഴുക്കാത്തത് ഒരു വിഗ്രഹാരാധനയാണ്. ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നു പോകുന്നു. ഇപ്പോഴോ നിങ്ങൾ കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവീൻ. എന്താ വിട്ടുകളയേണ്ടത്? ഇപ്പോഴോ നിങ്ങളും കോപമുണ്ടോ? കോപം ഇല്ല. ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവി. അന്യോന്യം എന്ത് ചെയ്യരുത്? ഫോഷ്ക്ക് പറയരുത്, കള്ളം പറയരുത്. ഭാര്യ ഭർത്താവിനോട് കള്ളം പറയരുത്, ഭർത്താവ് ഭാര്യയോട് കള്ളം പറയരുത്, മക്കൾ അപ്പനും അമ്മയോട് കള്ളം പറയരുത്, അപ്പനും അമ്മയും മക്കളോട് കള്ളം പറയരുത്, പാസ്റ്ററോട് ഒട്ടുമേ കള്ളം പറയരുത്. പാസ്റ്ററോട് എന്ത് ചെയ്യരുത്? ഒട്ടുമേ കള്ളം പറയരുത്. അന്യോന്യം ഫോഷ്ക്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യന്റെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു. തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നല്ലോ. അതിൽ യവരനും യഹൂദനെന്നും പരിച്ഛേദന അഗ്രചർമ്മമെന്നില്ല, ബർബരൻ, ശകുനൻ, ദാസൻ, സ്വതന്ത്രൻ എന്നുമില്ല. ക്രിസ്തു അത്രേ എല്ലാവരിലും എല്ലാമാകുന്നത്. അതുകൊണ്ട് പഴയത് നമ്മൾ ചിലത് കളഞ്ഞേ പറ്റത്തുള്ളൂ, ചിലത് മറന്നേ പറ്റത്തുള്ളൂ. നമ്മൾ ചിലത് മറക്കണം. എൻ്റെ പ്രിയരെ, മറക്കണം. എങ്കിൽ മാത്രമേ ഒരു ദൈവിക വിടുതലിലേക്ക്
വരുവാൻ കഴിയത്തുള്ളൂ. മനുഷ്യനെ ഉരിഞ്ഞു കളയുക, പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുക, പ്രവൃത്തികളോട് പാപമംഗുലമായ ഒരു ഹല്ലേലൂയ സ്തോത്രം ഉരിഞ്ഞു കളഞ്ഞാൽ ഒരു കാര്യം സംഭവിക്കും. ആ സീസൺ കടന്നു വരികയാണ്. നിന്റെ ജീവിതത്തിലെ അത്ഭുതങ്ങളുടെ സീസൺ കടന്നു വരികയാണ്. ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ ചരിത്രം മാറുന്ന ഒരു സീസൺ കടന്നു വരികയാണ്. ദൈവിക വിടുതലിന്റെ ഒരു സീസൺ കടന്നു വരികയാണ്. മറക്കണം. ബന്ധങ്ങൾ, ശീലങ്ങൾ, സ്വഭാവങ്ങൾ മറക്കണം. പറ്റുമോ എൻ്റെ പ്രിയരെ? നമ്മുടെ സ്വഭാവം രക്ഷിക്കപ്പെട്ടിട്ട് സ്നാനപ്പെട്ടിട്ട് ഇന്നും മാറിയിട്ടില്ല, ഇന്നും ചത്തിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് പാമ്പ് തലപൊക്കി നോക്കുന്നതിൻ്റെ തൊട്ട് അടിച്ചു കൊന്നാലും ഇടയ്ക്കിടയ്ക്ക് തലപൊക്കി ഇങ്ങനെ നോക്കും. പഴയ സ്വഭാവങ്ങൾ ക്രൂശിക്കണം. എനിക്ക് മറന്നേ പറ്റൂ. ഇന്ന് രാത്രി പറ, എനിക്ക് ചിലത് മറന്നേ പറ്റൂ. ചിലർ പകയോട്, ഇന്നും രക്ഷിക്കപ്പെട്ടിട്ട് പകയോടിരിക്കുന്നവരുണ്ട്. പക ചിലപ്പോ ഇങ്ങനെ പിശാച് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്ന ഓർമ്മപ്പെടുത്തി നമ്മുടെ പക ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. പക, നമ്മുടെ സഹോദരൻ, നമ്മുടെ സഹോദരി, നമ്മുടെ മാതാവ്, പിതാവ്. ഇന്ന് എൻ്റെ അപ്പൻ എനിക്ക് ഒന്നും തന്നില്ല, എൻ്റെ അപ്പനും അമ്മ എന്നെ പഠിപ്പിച്ചില്ല, എൻ്റെ അപ്പനും അമ്മയെ ഒന്നും അന്വേഷിച്ചിട്ടല്ല കൊണ്ട് കെട്ടിച്ചേ. അപ്പനും അമ്മയോട് ഭയങ്കര പകയുള്ള ആൾക്കാരുണ്ട്. ഇന്ന് രാത്രി ആ ശാപം കിട്ടാതെ പൊട്ടണം. ഇന്നും പകയോടിരിക്കുന്ന, എനിക്ക് മറന്നേ പറ്റൂ. പറഞ്ഞാട്ടെ, എനിക്ക് മറന്നേ പറ്റൂ. എത്ര പേര് പറയും എനിക്ക് മറന്നേ പറ്റൂ, എനിക്ക് മറന്നേ പറ്റൂ. പക മറക്കണം. ചിലപ്പോഴൊക്കെ നമ്മുടെ ഉള്ളിനകത്തേക്ക് വരും, ചിന്തയിലേക്ക് കൊണ്ടുവരും, നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ട് നമ്മുടെ പക വർദ്ധിക്കും. നമ്മൾ ആരാധിക്കുന്നവരായിരിക്കാം, അന്യഭാഷ പറയുന്നവരായിരിക്കാം, ചിരിക്കുന്നവരായിരിക്കാം, ആത്മനിറവോടെ ജീവിക്കുന്നവരായിരിക്കാം. പക്ഷെ ഈ പിശാച് പക ഉള്ളിനകത്തേക്ക് കൊണ്ടുവരും. ദൈവരാജ്യത്തിന് അകത്ത് പഴയ മനുഷ്യനല്ല, പുതിയ മനുഷ്യനാകണം. ദൈവരാജ്യത്തിനകത്ത് പഴയ മനുഷ്യനില്ല, പുതിയ മനുഷ്യനാകണം. നിങ്ങൾക്ക് മറക്കാൻ കഴിയുന്നെങ്കിൽ കർത്താവ് പുതിയത് ചിലത് ചെയ്യാൻ പോകുകയാണ്. നാം ഒരു കിങ്ഡം കൾച്ചറിനകത്താണ് ജീവിക്കുന്നത്. അതുകൊണ്ട് പിശാചിന്റെ അധീനതയിലല്ല ജീവിക്കുന്നത്. നമ്മുടെ അകത്തുള്ള രാജ്യം നമ്മിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരണം. ആവർത്തന പുസ്തകം 25-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം വായിക്കാമോ? ആവർത്തന പുസ്തകം 25-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. 25 ആവർത്തന പുസ്തകം 25-ാം അധ്യായം. അവൻ്റെ സഹോദരൻ്റെ ഭാര്യ മൂപ്പന്മാർ കാണെ അവൻ്റെ അടുക്കൽ ചെന്ന് അവൻ്റെ കാലിൽ, ആവർത്തന പുസ്തകം 25-ന്റെ 19 കേട്ടോ, 19. ആകയാൽ നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി അടക്കുവാൻ തരുന്ന ദേശത്ത് ചുറ്റുമുള്ള നിന്റെ സകല ശത്രുക്കളെയും നിന്റെ ദൈവമായ യഹോവ നീക്കി നിനക്ക് സ്വസ്ഥത തന്നിരിക്കുമ്പോൾ നീ അമാലേക്കിന്റെ ഓർമ്മയെ ആകാശത്തിന് കീഴിൽ നിന്ന് മായിച്ചു കളയണം. ഇത് മറന്നു പോകരുത്. കണ്ടോ? ആകയാൽ നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത്, ഞാൻ വായിക്കുന്നത് ആവർത്തന പുസ്തകം 25-ന്റെ 19 അവകാശമായി അടക്കുവാൻ തരുന്ന ദേശത്ത് ചുറ്റുമുള്ള നിന്റെ സകല ശത്രുക്കളെയും നിന്റെ ദൈവമായ യഹോവ നീക്കി നിനക്ക് സ്വസ്ഥത തന്നിരിക്കുമ്പോൾ നീ അമാലേക്കിന്റെ ഓർമ്മയെ ആകാശത്തിന് കീഴിൽ നിന്ന് മായ്ച്ചു കളയണം. ഇത് മറന്നുപോകരുത്. ഇതെന്ത് ചെയ്യരുത്? മറന്നുപോക. സ്വസ്ഥത വരുമ്പോൾ നമ്മുടെ അകത്തു നിന്ന് ഓർമ്മകൾ മായ്ക്കപ്പെടണം. സമാധാനം വരുമ്പോൾ പഴയ ഹല്ലേലൂയ സ്തോത്രം, പഴയ എന്തെങ്കിലും ചെയ്തത്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നോട് പറഞ്ഞത്, ഹല്ലേലൂയ സ്തോത്രം, കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഒരു കുഞ്ഞിനെ തോളിലും ഒരു കുഞ്ഞിനെ കൈയുമായി പിടിച്ചിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. ഭർത്താവ് മുന്നേ ഒരു 10 അടി മുന്നിൽ നടക്കുകയാണ്. അദ്ദേഹം ആ കുഞ്ഞിനെ ഒന്ന് മേടിച്ചൊക്കത്ത് വെക്കാൻ പോലും മനസ്സില്ല. വീട്ടിലേക്ക് 2 കിലോമീറ്റർ ഉണ്ട്. എന്നെ പണ്ടത്തെ കാര്യമോ 25 വർഷം മുമ്പ് നടന്ന കാര്യമോ ഇന്നും ഓർത്തിരിക്കുകയാണ്. ഒരു വണ്ടി പോലും വിളിക്കാതെ എന്നെ ആ കുഞ്ഞുമായിട്ട് നടത്തി. എനിക്കത് മറക്കാൻ കഴിയുന്നില്ലെന്ന് ഒരു സഹോദരി പറഞ്ഞു. ഇത് ചുമ്മാ അത് ഉണ്ടാക്കി പറഞ്ഞതല്ല എൻ്റെ പ്രിയരെ, അത് അഭ്യസ്ത വിദ്യരായ ഒരാളാണ് പറഞ്ഞത് എന്നോട്. എംപിൽ പാസ്സായ ഹല്ലേലൂയ സ്തോത്രം ഒരാളാണ് എന്നോട് പറഞ്ഞത്. ഇന്നും ഓർത്തോണ്ടിരിക്കുക. 25 വർഷം മുമ്പ് കായംകുളത്തുനിന്ന് എവിടെയൊക്കെ നടത്തിയ സംഭവം ഇന്നും മറന്നിട്ടില്ല. അത് മറക്കാൻ കഴിയാത്തോളം കാലം ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയില്ല. മറക്കാൻ
മറക്കാൻ കഴിയാത്തോടം കാലം അത് പ്രവർത്തിക്കാൻ കഴിയില്ല. ഉറക്കെ പറഞ്ഞ, മറക്കാൻ കഴിയാത്തോടം കാലം ദൈവത്തിന് പ്രവർത്തിക്കും. നമ്മുടെ പഴയത് മറക്കണം. ഒത്തിരി നല്ലതൊന്നുമല്ല നമ്മുടെ ചരിത്രം. എൻ്റെയും നിങ്ങളുടെയും പഴയ ചരിത്രം ഒത്തിരി നല്ലതല്ല. ഒറ്റപ്പെട്ട, ഏകാന്തപ്പെട്ട ഒരു സഹോദരി എന്നോട് പറഞ്ഞതാ, കെട്ടിച്ചു കൊണ്ടുവന്ന വീട്ടിലെ എല്ലാവരുടെയും ഡ്രസ്സ് കഴുകണം. കഴുകി 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 മടുത്തു. ഒരു നല്ല സോപ്പ് മേടിച്ചു നല്ല ഒരു തുണി കഴുകാൻ വേണ്ടി നല്ല അലക്ക് സോപ്പ് 55 മേടിച്ചു തരികയല്ല. അന്നത്തെ സോപ്പ് ഇപ്പോൾ ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. മേടിച്ചു തരികയല്ല. കേട്ടിട്ടില്ല? 555 എന്ന സോപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എത്ര പേര് കണ്ടിട്ടുണ്ട്? ഹല്ലേലൂയ. മേടിച്ചു തരികയല്ല. പിന്നെ എങ്ങനെ വസ്ത്രം കഴുകും? ഹലോ ഹലോ, അത് ഇന്നും കിടക്കുകയാണ്. എന്നെ കൊണ്ട് ആ വീടിന്റെ പണി മൊത്തം ചെയ്യിച്ചു. ഇന്ന് എനിക്ക് നടുവേദന കാരണം എന്നെ അന്നിട്ട് ശരിയാക്കിയതാ. മറക്കാൻ കഴിയുന്നില്ല. ദൈവത്തിന് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും? ദൈവസ്ഥിതിയൊക്കെ മാറ്റി. 55 മാറിയിട്ട് ഇപ്പൊ ലിക്വിഡ് സോപ്പാ ഉപയോഗിക്കുന്നത്. എന്നിട്ടും പഴയ 55 ഓർമ്മയാണ്. ഹലോ, ദൈവത്തിന് എങ്ങനെ വിടുവിക്കാൻ കഴിയും? ഇന്ന് സ്ഥിതി മാറി. ഇന്ന് നല്ല അങ്ങോട്ട് 35,000 രൂപയുടെ LGയുടെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ പകുതി 3/4 ഉണങ്ങി 90% ഉണങ്ങി വരുന്ന സാധനമാണ് ഇപ്പോൾ ഇറങ്ങിയേക്കുന്നത്. അതൊക്കെ മേടിച്ച വീട്ടിൽ വെച്ചേക്കുന്നത്. എന്നിട്ട് പണ്ടത്തെ 55 ഓർക്കുന്നത്. പണ്ടത്തെ 55 ഓർക്കുന്നത്. ഇവ വീട്ടിൽ ഇരിക്കുന്ന സാധനവും LGയുടെ 36,000 രൂപയുടെ 90% ഉണങ്ങി കൈ കിട്ടുന്ന സാധനം. വെയിലത്ത് വിടണ്ട, എങ്ങും വിടണ്ട, ഒന്ന് ചുമ്മാ ഇട്ടിട്ട് എടുത്തിട്ടുണ്ട് പോകാവുന്ന സാധനം കിട്ടിയേക്കുന്നത്. ഇപ്പോഴും ഓർമ്മ എവിടാ? 55. എൻ്റെ പ്രിയരെ, എൻ്റെ വണ്ടിയുടെ നമ്പറല്ലേ ഞാൻ പറഞ്ഞത്, സോപ്പിൻ്റെ നമ്പർ. ഇന്നും അത് മറക്കാൻ കഴിയുന്നില്ല. എൻ്റെ സഹോദരിമാരെ, എൻ്റെ സഹോദരന്മാരെ, നമ്മൾ മറന്നേ പറ്റൂ. ദൈവത്തിന് വിടുവിക്കണമെങ്കിൽ അമാലേക്കിന്റെ ഓർമ്മ മറക്കണം. പരാജയങ്ങൾ മറക്കണം. ഈ അമാലേക്ക് എന്ന് പറഞ്ഞാൽ പുറകിൽ കൂടെ വന്ന് നമ്മളെ ആക്രമിക്കുന്ന ശക്തിയാണ് അമാലേക്ക് ശക്തി. അത് മറക്കണം. മിസ്രൈമിന്റെ ഓർമ്മ മറക്കണം. അമാലേക്കിന്റെ ഓർമ്മ മറക്കണം. എങ്കിൽ മാത്രമേ ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയത്തുള്ളൂ. നിനക്ക് വേണ്ടി ഒരു ദൈവം പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. എങ്കിൽ മാത്രമേ നിന്നെ മറക്കുന്ന ഒരു മനസ്സ് ജനിക്കത്തുള്ളൂ. ജെനസിസ് ചാപ്റ്റർ, ഉൽപ്പത്തി പുസ്തകം 41:51 വായിച്ചാട്ടെ. 41 ഹല്ലേലൂയ. ജെനസിസ് ചാപ്റ്റർ 41. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം അതിൻ്റെ 51-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 41-ന്റെ 51-ാമത്തെ വാക്യം. 41-ന്റെ 51. എൻ്റെ സകല കഷ്ടതയും എൻ്റെ പിതൃഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് യോസേഫ് തന്റെ ആദ്യജാതന് മനശ്ശ എന്ന് പറയിട്ടു. യോസഫിനെ കുറിച്ച് കൂടുതൽ ചരിത്രമൊന്നും പറയണ്ട. യോസഫിന്റെ കഴിഞ്ഞകാല ചരിത്രങ്ങളെ മറക്കുന്നൊരു മനശ്ശ വെളിപ്പെട്ടു. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഇന്ന് രാത്രി നിന്റെ കഴിഞ്ഞ കാലങ്ങളെ മറക്കുന്ന ഒരു മനശ്ശ പുറപ്പെട്ടു വരണമെന്ന്? എത്ര പേർക്ക് ആഗ്രഹം? ഹലോ, എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഇന്ന് രാത്രി ചില മനശ്ശമാർ ജനിക്കാൻ പോവാ? നിന്റെ പ്രശ്നത്തെ, കഴിഞ്ഞ നാടുകളിലെ നെടുവീർപ്പുകളിലെ, നിന്റെ കഴിഞ്ഞ നാടുകളിലെ ഒറ്റപ്പെടലുകളെ മറക്കുന്ന ഒരു മനശ്ശ വെളിപ്പെടാൻ പോവാ. എത്ര പേർക്ക് നിന്റെ വീട്ടിൽ മനശ്ശ ജനിക്കണമെന്ന് ആഗ്രഹമുണ്ട്? നിന്റെ കഴിഞ്ഞ നാളിലെ കഷ്ടങ്ങളെ മറക്കുന്ന ഒരു മനശ്ശ. 52 സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് അവൻ രണ്ടാമന് എഫ്രേം എന്ന് പേരിട്ടു. നീ കഴിഞ്ഞ കാലങ്ങളെ മറക്കുന്ന മനസ്സ് ജനിച്ചെങ്കിൽ മാത്രമേ വർദ്ധനവിന്റെ എഫ്രേം, ഭയങ്കരമായൊരു ദൂത്, വർദ്ധനവിന്റെ എഫ്രേം വെളിപ്പെടുകയുള്ളൂ. കഴിഞ്ഞ നാളുകളിലെ കഷ്ടതകളെ മറക്കുന്ന ഒരു മനസ്സ് ജനിച്ചെങ്കിൽ മാത്രമേ ഒരു ദൂതാണ്, ഒരു എഫ്രേം നിനക്ക് വേണ്ടി ഉണ്ടാകത്തുള്ളൂ. നിന്റെ വർദ്ധനവിന്റെ, നിന്റെ അനുഗ്രഹത്തിന്റെ, നിന്റെ ശുഷ്കിച്ച അനുഭവങ്ങളെ മാറുന്ന ഒരു എഫ്രേം ജനിക്കണമോ? പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ഒരു മനശ്ശ ജനിക്കട്ടെ. പ്രാർത്ഥിച്ചാട്ടെ. ഒരു മനശ്ശ
ജനിക്കട്ടെ, ഒരു മനസ്സ് ജനിക്കട്ടെ. കഷ്ടങ്ങളെ മറക്കുന്ന, കഴിഞ്ഞ നാളുകളെ മറക്കുന്ന ഒരു മനസ്സ്. പ്രാർത്ഥിക്കാമോ ദൈവമക്കളെ? ഒന്ന് പ്രാർത്ഥിക്കാമോ? അനിൽ ബ്രദർ പ്രാർത്ഥിച്ച ആശീർവാദം പറഞ്ഞാട്ടെ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹമേറിയ നല്ല രാത്രിക്കായി സ്തോത്രം. കേൾപ്പിച്ച ദൈവാലോചനയ്ക്ക് മുമ്പ് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന കർത്താവേ,